ജയിക്കാനും കഴിയുമെങ്കിൽ ഈ പെട്ടി എപ്പോഴും പറഞ്ഞ കാര്യമില്ല. അതില്ലാതാകുമ്പോഴത്തേക്കുമാണ് പെട്ടിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്. അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, ഒപ്പം ഈ ശബ്ദരേഖ വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു ശബ്ദരേഖ വിവാദം അതിൽ താങ്കളുടെ പാർട്ടിയിലെ എന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, അതൊന്നും ഒരൊറ്റ അക്ഷരം പറയാനില്ല. ഒറ്റ അക്ഷരം പറയാനില്ല. ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. എല്ലാം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. ഞങ്ങളുടെ സഹാക്കളല്ലേ, ഞങ്ങൾ ബന്ധപ്പെടും, കാണും, മിണ്ടും ഒക്കെ ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. അതിനകത്ത് അടിയന്തരമായ പറയേണ്ട വാക്കാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് സ്നേഹപ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ. അതിൻ്റെ പാർട്ടിയാണ് CPI. ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്കും അറിയാം. എല്ലാം മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, അവർ മാപ്പ് ചോദിച്ചു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബോധ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും പറയുന്ന ആളല്ല ഞാനിവിടെ. പാർട്ടിക്ക് പ്രതിസന്ധി ഒന്നും, ഒരുപാട് കൊല്ലങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരു ഇഞ്ച് പോകുന്നവരല്ല. അല്ലാതെ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പൊ ശബ്ദരേഖ ഏത് കാര്യവും ഇതേപ്പറ്റി എന്തെല്ലാം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്ക് വേറെയില്ല. അല്ല, അതിലൊരു പരിശോധന അന്വേഷണം വേണ്ട.